എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ 13ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. 13ാമത്തെ ക്ലാസ് അല്ലെങ്കിൽ 13ാമത്തെ സ്റ്റിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലാങ്കറ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഒരു ബ്ലാങ്കറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പം പണ്ട് കാലങ്ങളിൽ ബ്ലാങ്കറ്റിൻ്റെ അരികുവശം തയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കൈവച്ച് തുന്നുന്ന സ്റ്റിച്ചിനെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതൊരു എംബ്രോയ്ഡറിൻ്റെ ഒരു ഡിസൈനായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും അത് ബ്ലാങ്കറ്റിൻ്റെ അരികുവശം തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്റ്റിച്ചാണ്. ഇപ്പോഴും മെഷീൻ സ്റ്റിച്ച് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിച്ച് ഔട്ടർ ലൈൻ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഔട്ടർ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് തന്നെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിൽ ഞാൻ ആദ്യം ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈനും കൂടി കൊടുക്കുന്നുണ്ട്. 2 ലൈൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്നത്. പക്ഷേ മോട്ടിഫിൽ നമ്മൾ 2 ലൈൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റിച്ച് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇത് രണ്ടും 2 രീതിയിലാണ്. അതായത് ചെയ്യുന്ന മെത്തേഡ് ഒന്നാണെങ്കിലും സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ ചെയ്യുമ്പോൾ 2 ലൈൻ വരച്ചിട്ടാണ് ചെയ്യുന്നത്. മോട്ടിഫിലേക്ക് ഒരു ഡിസൈനായിട്ട് ചെയ്യുമ്പോൾ 2 ലൈൻ വരയ്ക്കുന്നില്ല, ഒറ്റ ലൈനേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അവസാനം നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നതും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സൂചിയിൽ 3 ഇഴ നൂല് കോർത്തെടുക്കാം. 3 ഇഴ നൂലാണ്, 6 ഇഴ നൂലല്ല. 6 ഇഴ നൂലിൽ നിന്ന് 3 ഇഴ നൂല് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് സൂചിയിൽ നമ്മൾ കോർത്തെടുത്തിട്ട് ഒരു വശം കെട്ടിട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് പോലെ ഒരു വശത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ള ലൈനിൻ്റെ മുകളിലേക്ക്, അതായത് കോർണറിൽ നമ്മൾ ഇതേപോലെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ലൈന് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് നമ്മൾ സൂചി താഴത്തുനിന്ന് മുകളിലേക്ക് പൊക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്റ്റിച്ചിൽ വ്യത്യാസം വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ നമ്മൾ ലൈനിൻ്റെ അരികിൽ നിന്നാണ് കുത്തി മുകളിലേക്ക് എടുത്തത്. അവിടുന്ന് കുറച്ച് വിട്ടിട്ട് താഴത്തുനിന്ന് ഇതേപോലെ മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. അപ്പോൾ ഈ ലൈൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് വേണം വെച്ചിട്ടുണ്ടാവാൻ. അതായത് ത്രെഡ് ഇതേപോലെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് താഴത്ത് കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഹെറിൻ ബോൺ ചെയ്തപ്പോൾ ആംഗിൾ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് ത്രെഡ് ഇങ്ങനെ കൊടുത്തത് കാരണം തന്നെ അവിടെ ചെറിയൊരു കെട്ട് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ത്രെഡ് ഇതുപോലെ മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടാവണം. അതായത് മുകളിലെ ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ താഴത്തെ ലൈനിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചെറിയൊരു കെട്ട് പോലെ ഇങ്ങനെ വരും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. ഇത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ബ്ലാങ്കറ്റിൻ്റെ അരികുവശം നമ്മൾ മടക്കിയിട്ട് തയ്ക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു സ്റ്റിച്ച് മുമ്പ് കണ്ടു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു ക്ലോത്തിൻ്റെയും അരികുവശമായിട്ട് നമുക്കിത് തയ്ക്കാം. അതായത് ഓൾറെഡി ഉള്ള ക്ലോത്തിൻ്റെ 4 വശവും തയ്ച്ചിട്ട് അതിലൊരു ഡിസൈൻ പോലെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊണ്ടുവരാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ വൈറ്റ് കളർ ക്ലോത്താണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ക്ലോത്ത് എടുത്തിട്ട് മല്ലു ക്ലോത്ത് എടുത്തിട്ട്, അതായത് മല്ലുമുണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ 4 വശം തയ്ച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഔട്ടർ ലൈൻ സ്റ്റിച്ചായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു ഔട്ടർ ലൈനിലൊരു വേറെ കളറും വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ ദുപ്പട്ടയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ടർ ലൈനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഔട്ടർ ലൈനായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക്. ഇനി ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ റിങ് ഇട്ട് കൊടുത്തിട്ട്, അതായത് എംബ്രോയ്ഡറിൻ്റെ റിങ് ഇട്ട് കൊടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങനെ ഇളകി വരാനും ഓവർ ടൈറ്റായിട്ട് വരാനും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് പതിയെ ക്ഷമയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓവർ ത്രെഡ് വലിച്ചു കൊടുക്കരുത്. എന്നാൽ ഒട്ടും വലിക്കാതെ ലൂസാക്കിയിട്ട് ഇടരുത്. ഒരു മീഡിയം ലെവലിൽ വലിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് വൃത്തികേടായിപ്പോവും. അപ്പോൾ ത്രെഡ് ഇതേപോലെ നമ്മൾ അവസാനം വരെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പുറത്തേക്ക് എടുക്കുക. അതായത് നമ്മൾ ചെയ്ത ഭാഗത്തിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് അവിടെ കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ ആ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രെഡ് മൊത്തമായിട്ട് ഇളകി അങ്ങ് പോവും. പിന്നെ ആ സ്റ്റിച്ച് മൊത്തം വൃത്തികേടാവും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവസാനം നമ്മൾ ചെയ്ത് വരുമ്പോൾ മുകളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സൂചി
തൊട്ടടുത്തേക്ക് കുത്തിയിട്ട് താഴോട്ടേക്ക് ഇറക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് നിർത്തുക കേട്ടോ. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സെയിം സ്റ്റിച്ചാണ് ബ്ലാങ്കറ്റിൻ്റെ അരികുവശത്ത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കാണുമ്പോൾ സെയിം സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മളിപ്പോൾ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആക്കി എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ അരികുവശം തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആക്കി എടുത്തിട്ട് അത് വെച്ച് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കിതുപോലെ എന്താ പറയുക, എന്തെങ്കിലും ക്ലോത്തിൻ്റെ അരികുവശം തയ്ക്കാനാണ് ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി ഇതുവരെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തതെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻ എടുക്കുക. ഇതുപോലെ എന്തെങ്കിലും കുറച്ച് വലിയ ഡിസൈൻസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് പകർത്തി വരയ്ക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പകർത്തി വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ എംബ്രോയ്ഡറി റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒറ്റ ലൈനേ വരച്ചിട്ടുള്ളൂ. നേരത്തെ നമ്മൾ 2 ലൈൻ വരച്ചിട്ടാണ് സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്തത്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റ ലൈനേ വരച്ചിട്ടുള്ളൂ. ഔട്ടർ ലൈൻ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇന്നറിൽ നമ്മൾ വേറൊരു ലൈൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ചെയ്യുക, അതായത് ഇന്നർ ലൈൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ഇഴ നൂല് ഇതേപോലെ ഞാനൊരു വശം കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെച്ചാൽ നമ്മൾ മുകളിലെ ലൈൻ, അതായത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തപ്പോൾ മുകളിലെ ലൈനിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ ഭാഗം തുടങ്ങിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് താഴെ ആ ലൈൻ ഉണ്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിൽ താഴെ ഒരു ലൈൻ ഉണ്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓവർ വലിയ ലൈൻ കൊടുക്കരുത്, ഓവർ ചെറിയ കുഞ്ഞു ലൈനും കൊടുക്കരുത്. അതുപോലെ തന്നെ 2 സ്റ്റിച്ചുകൾ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ഓവർ അടുപ്പിച്ച് കൊടുക്കരുത്, ഓവർ വിട്ടും കൊടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടും കൈ ഒന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് സ്റ്റിച്ച് ബോർഡിലും മോട്ടിഫിലും ആയിട്ട് മാറി ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഔട്ടർ ലൈൻ സ്റ്റിച്ചാണ്. ശരിക്കും ഒരു ഡിസൈനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ റെയറായിട്ടാണ്. ഇതുപോലെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വരിക. പിന്നെ മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു ഡിസൈനാണോ ചെയ്യുന്നത്, അതായത് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ദിവസവും ഓരോ ഡിസൈനാണ് പഠിക്കുന്നത്. ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു ഡിസൈൻ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, ഒന്നിൽ കൂടുതൽ ഡിസൈൻസ് ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം ബിഗിനേഴ്സിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഒരു വീഡിയോയിൽ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഏത് ഡിസൈനാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റിച്ചാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഡിസൈനിൽ ഒരു 80% ആ സ്റ്റിച്ചാണ് ഉണ്ടായിരിക്കേണ്ടത്. ബാക്കിയൊരു 20% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനോടകം നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളിക്കാം. പക്ഷേ ഒരു 80% നമ്മൾ ഏത് സ്റ്റിച്ചാണോ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ മോട്ടിഫിൽ ഉണ്ടാവേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് കൂടുതൽ കാണിച്ചു തരുന്നില്ല. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡ് ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ്. പക്ഷേ സ്റ്റിച്ച് ബോർഡ് ചെയ്യുമ്പോൾ 2 ലൈൻ വെച്ചിട്ടാണ് ചെയ്തത്. മോട്ടിഫിൽ ചെയ്യുമ്പോൾ 2 ലൈൻ ഇല്ലാണ്ട് ഒറ്റ ലൈനിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.